ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ മേൽ അധികാരികളാണ്, അല്ലാതെ മാധ്യമങ്ങളല്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു സംസ്കാരമുണ്ട്. അതനുസരിച്ച് പാർട്ടി തീരുമാനമെടുക്കും, നേതൃത്വം തീരുമാനമെടുക്കും, എന്തൊക്കെ എവിടെയൊക്കെ നടപ്പിലാക്കണമെന്നും ഏതൊക്കെ പ്രവർത്തകർ എങ്ങനെ പ്രവർത്തിക്കണമെന്നും. ആ തീരുമാനത്തോട് ആത്മാർത്ഥമായിട്ട് ഉറച്ചു നിൽക്കുന്ന ഞാൻ, ഇതേവരെ അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള എന്നെ കരി തേച്ച് കാണിക്കാനായിട്ട് ഇവിടുത്തെ ചില മാധ്യമ സ്ഥാപനങ്ങൾ ശ്രമിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അത് മനഃപൂർവ്വം അവര് ചെയ്യുന്നതാണ്. അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള പേടി കൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇവർ ഈ മറ്റു പാർട്ടികളെ കവച്ചു വെച്ചുകൊണ്ട് ഉയർച്ചയിലേക്ക് കേരളത്തിൽ എത്തിയാലോ എന്നൊക്കെയുള്ള ഭീതി അവരുടെ മനസ്സിലുണ്ടാവുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് പൊതുജനങ്ങൾ ഈ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ഒരു വാർത്തയും വിശ്വസിക്കരുത്. ഞാൻ പറയുകയാണ്, ഭാരതീയ ജനതാ പാർട്ടി എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഉൾക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. ഒരിക്കലും എനിക്കൊരു നീരസമോ വിദ്വേഷമോ വിരോധമോ ആരോടുമില്ല. ഈ ഒരു കോർപ്പറേഷൻ ഇലക്ഷൻ ജയിച്ചു വന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. തിരുവനന്തപുരം പിടിച്ചെടുത്ത ഈ കോർപ്പറേഷൻ നമ്മളെ BJP-ക്കാര് ആദ്യമായിട്ട് ഒരു ദുർഭരണവും അഴിമതിയും തുടച്ചു നീക്കിക്കൊണ്ട് മുന്നേറുന്നതിൽ അതീവ സന്തോഷവും ചാരിതാർത്ഥ്യമുള്ള വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ നന്മയ്ക്കാണ്, നമ്മുടെ നന്മയ്ക്കാണ്, ദേശത്തിന്റെ ഉന്നമനത്തിനാണ്. അതുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകർ ചുമ്മാ വിവാദം ഉണ്ടാക്കുന്നതൊന്നും നിങ്ങൾ ദയവേത് വിശ്വസിക്കേണ്ട. ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ മേൽ അധികാരികളാണ്, അല്ലാതെ മാധ്യമങ്ങളല്ല.